കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ കാണുന്ന അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക്, അതായത് 0ഉം 1ഉം മാത്രമുള്ള ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോ കമ്പ്യൂട്ടർ അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണല്ലോ. അപ്പോൾ അതിന് ശരിക്കും ഓൺ ഓഫ് ആ രണ്ടവസ്ഥകളെ അറിയൂ. അതിനെയാണ് നമ്മൾ ഈ 0, 1 എന്നൊക്കെ പറഞ്ഞ് പ്രതിനിധീകരിക്കുന്നത്. ഇതാണ് ബൈനറി ഡിജിറ്റ്, നമ്മൾ ബിറ്റ് എന്ന് പറയില്ലേ, അതിന്റെ ഒരു അടിസ്ഥാനം. കമ്പ്യൂട്ടറിലെ എന്ത് ഡേറ്റ എടുത്താലും അത് അക്ഷരമാവാം, സംഖ്യ ആവാം, എന്തു ആവാം, എല്ലാം ഈ ബിറ്റുകളുടെ ഒരു കൂട്ടമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അടിസ്ഥാനം ബിറ്റാണ്, അത് ക്ലിയറായി. ഇനി ഈ ബിറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ സാധാരണ കാണുന്ന അക്ഷരങ്ങളെ കമ്പ്യൂട്ടർ എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് നോക്കാം. ക്യാരക്ടർ റെപ്രസെന്റേഷൻ. ഈ അക്ഷരങ്ങളെ ബിറ്റാക്കി മാറ്റാൻ ഒരു പൊതുവായ രീതി, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ? ഒരു കമ്പ്യൂട്ടറിലുണ്ടാക്കുന്നത് മറ്റൊന്നിന് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? അത് നല്ലൊരു പോയിന്റാണ്. അതിനാണ് സ്റ്റാൻഡേർഡ് കോഡുകൾ. ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അതാണ് ആദ്യകാലത്ത് ഒരുപാട് ഉപയോഗിച്ചിരുന്നത്. പണ്ടത്തെ കമ്പ്യൂട്ടറുകളുടെ ഒരു പരിമിതി, പിന്നെ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തത്. അതൊക്കെ കൊണ്ടാണ് ആസ്കി ആദ്യം 7 ബിറ്റ് ആയതും പിന്നെ 8 ബിറ്റ് ആയതും. ഈ എക്സ്റ്റൻഡഡ് ആസ്കി എന്നൊക്കെ പറയും. ഇത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, അക്കങ്ങൾ, പിന്നെ ചിഹ്നങ്ങൾ, ഇതിനൊക്കെ ഓരോ കോഡ് നമ്പർ കൊടുക്കും. ആസ്കിയിലെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ചെറിയ അക്ഷരം എയുടെ കോഡ് ദശാംശത്തിൽ 97 ആണെങ്കിൽ അതിൽ നിന്ന് 32 കുറച്ചാൽ മതി. വലിയ അക്ഷരം എയുടെ കോഡ് കിട്ടും 65. അപ്പോൾ കോഡുകൾ തമ്മിലൊരു കണക്ഷനും ഉണ്ട്. അതെ, അങ്ങനത്തെ ചില എളുപ്പവഴികളൊക്കെ അതിലുണ്ട്. പക്ഷേ ആസ്കിയുടെ പ്രധാന പ്രശ്നം അതിന് ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും അക്ഷരങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്നതായിരുന്നു. ശരിയാണ്, മലയാളമൊന്നും അതിൽ വരില്ലല്ലോ. ഇല്ല, അവിടെയാണ് യൂണിക്കോഡിന്റെ പ്രാധാന്യം. യൂണിക്കോഡ് ലോകത്തിലെ മിക്കവാറും എല്ലാ ഭാഷ, അതിലെ ഓരോ അക്ഷരത്തിനും ഒരു യുണീക്ക് നമ്പർ കൊടുക്കും. അതിനെയാണ് കോഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ നമ്പറുകളെ എങ്ങനെ കാര്യക്ഷമമായി ബിറ്റുകളായി കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം എന്നുള്ള രീതികളാണ് ഈ UTF-8, UTF-16 എന്നൊക്കെ പറയുന്ന എൻകോഡിംഗ് രീതികൾ. ഓക്കെ, ഇതില് UTF-8 ആണ് വെബിലൊക്കെ ഒരുപാട് കാണുന്നത്. കാരണം അത് പഴയ ആസ്കിയുമായി ചേർന്നു പോകും. ആദ്യത്തെ 128 കോഡുകൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ UTF-8 ആണല്ലേ നമ്മളെ വെബ്സൈറ്റിലൊക്കെ മലയാളം കാണാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി? അതെ, ഇന്ന് പ്രധാനമായും UTF-8 ആണ്. പണ്ട് ISCI എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഭാഷകൾക്ക് മാത്രമായി ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഉണ്ടായിരുന്നു. ISSCI ഒരു 8 ബിറ്റ് കോഡായിരുന്നു. അതും ആസ്കിയുമായി ചേർന്നു പോകുന്നതായിരുന്നു. അത് ഇന്ത്യൻ ലിപികൾക്ക് മാത്രമായി കോഡുകൾ നൽകിയിരുന്നു. അതിന്റെ സ്റ്റാൻഡേർഡ് IS 13194/1991 ആണ്. പക്ഷെ യൂണിക്കോഡ് വന്നതോടുകൂടി എല്ലാ ഭാഷയ്ക്കും കൂടി ഒരൊറ്റ സ്റ്റാൻഡേർഡ് മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ISSCIയുടെ ഉപയോഗം ശരിക്കും പറഞ്ഞാൽ ഇല്ലാതായി. മനസ്സിലായി. നമ്പർ സിസ്റ്റംസ്. അപ്പോൾ അക്ഷരങ്ങളുടെ കാര്യം ഏതാണ്ട് ഓക്കെയായി. ഇനി സംഖ്യകളിലേക്ക് വരാം. നമ്മൾ സാധാരണ കണക്ക് കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന 10 അക്കങ്ങളുള്ള സിസ്റ്റം, അതായത് ഡെസിമൽ സിസ്റ്റം, ബേസ് 10, അതല്ലല്ലോ കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാവുന്നത്. അല്ല, കമ്പ്യൂട്ടറിന്റെ ഭാഷ ബൈനറിയാണ്, ബേസ് 2, 0ഉം 1ഉം മാത്രം. പക്ഷെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗിലൊക്കെ വേറെ ചില നമ്പർ സിസ്റ്റങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒക്ടൽ, അതായത് ബേസ് 8, പിന്നെ ഹെക്സാഡെസിമൽ, ബേസ് 16. ഹെക്സാഡെസിമൽ, അതിലാണല്ലോ 0 തൊട്ട് 9 വരെയും പിന്നെ A, B, C, D, E, F എന്ന അക്ഷരങ്ങളും വരുന്നത്. അതെ, 10 മുതൽ 15 വരെയുള്ള വിലകളെ സൂചിപ്പിക്കാനാണ് ആ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്. A എന്നാൽ 10, B എന്നാൽ 11, അങ്ങനെ F വരെ 15. ഇത് ആദ്യം കാണുമ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലേ? കണക്കിലെ അക്ഷരങ്ങളോ? ഉണ്ടാവാം. പക്ഷെ അത് ബൈനറിയുമായിട്ട് എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സിസ്റ്റങ്ങൾ തമ്മിൽ മാറ്റാൻ എളുപ്പമാണോ? നമ്മുടെ ഡെസിമൽ സംഖ്യയെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറി ആക്കുന്നത് എങ്ങനെയാണ്? മാറ്റാൻ പറ്റും. ഒരു ഡെസിമൽ സംഖ്യയെ ബൈനറി ആക്കാൻ അതിന്റെ പൂർണ്ണസംഖ്യാഭാഗം ഉണ്ടല്ലോ, അതിനെ 2 കൊണ്ട് തുടർച്ചയായി ഹരിക്കുക.
എന്നിട്ട് കിട്ടുന്ന ശിഷ്ടങ്ങൾ, അതായത് റിമൈൻഡർ, അതെടുക്കണം. ഓക്കേ. അവസാനത്തെ ശിഷ്ടം മുതൽ ആദ്യത്തെ ശിഷ്ടം വരെ തിരിച്ചെഴുതിയാൽ ബൈനറി കിട്ടി. ആഹാ. ഭിന്നസംഖ്യാഭാഗമുണ്ടെങ്കിലോ? ഒരു പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യ. ഭിന്നസംഖ്യാഭാഗത്തെ 2 കൊണ്ട് തുടർച്ചയായി ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കിട്ടുന്ന പൂർണ്ണസംഖ്യാഭാഗങ്ങൾ, അതായത് ഇൻറ്റിജർ പാർട്ട്, അതെടുക്കണം. ഓക്കേ ഓക്കേ. അതുപോലെ തിരിച്ചും മാറ്റാം. ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റാൻ ഓരോ ബിറ്റിനെയും അതിന്റെ സ്ഥാനവില പവർ ഓഫ് 2 വെച്ച് ഗുണിച്ച് കൂട്ടിയാൽ മതി. പിന്നെ ഈ ബൈനറി സംഖ്യകളെ എളുപ്പത്തിൽ ഓക്ടലാക്കാനും ഹെക്സാഡെസിമലാക്കാനും പറ്റും. അതെങ്ങനെയാ? ബൈനറി സംഖ്യയെ വലത്തുനിന്ന് 3 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കിയാൽ ഒക്ടൽ കിട്ടും. ഓരോ ഗ്രൂപ്പിനും തുല്യമായ ഒക്ടലക്കം എഴുതിയാൽ മതി. 4 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കിയാൽ ഹെക്സാഡെസിമൽ കിട്ടും. കൊള്ളാം, അത് എളുപ്പമാണല്ലോ. അതെ, അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗിലൊക്കെ ചിലപ്പോൾ ഹെക്സാഡെസിമൽ ഉപയോഗിക്കുന്നത്. വലിയ ബൈനറി സംഖ്യകളെ കുറച്ചുകൂടി ചെറുതാക്കി കാണിക്കാൻ പറ്റും. പിന്നെ BCD, ബൈനറി കോഡഡ് ഡെസിമൽ എന്നൊരു രീതി കൂടിയുണ്ട്. അതെന്താണ്? അതെ, ശരിക്കും പറഞ്ഞാൽ ഓരോ ഡെസിമൽ അക്കത്തെയും, ഉദാഹരണത്തിന് 25 എന്ന സംഖ്യയിലെ 2നെയും 5നെയും വെവ്വേറെ 4 ബിറ്റ് ബൈനറി ആക്കി മാറ്റുന്ന രീതിയാണ്. ഓ, മുഴുവൻ സംഖ്യയെ ഒരുമിച്ചല്ല. അല്ല, 2ന് 0010, 5ന് 0101. അപ്പോൾ 25ന്റെ BCD കണ്ടന്റ് 0010, 0101 എന്നാവും. ഇത് സാധാരണ ബൈനറി ആക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് എവിടെയാണ് ഉപയോഗിച്ചിരുന്നത്? ഇത് ചിലയിടങ്ങളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേകളിലൊക്കെ, പഴയ കാൽക്കുലേറ്ററുകളിലൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിരുന്നു. അപ്പോ ഈ കമ്പ്യൂട്ടറിനുള്ളിലെ ഡാറ്റയുടെ ലോകം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ബിറ്റുകളിൽ തുടങ്ങി, പിന്നെ ആസ്കി, യൂണിക്കോഡ് പോലുള്ള അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള സ്റ്റാൻഡേർഡുകൾ, അത് കഴിഞ്ഞ് ബൈനറി, ഹെക്സാഡെസിമൽ, ഡെസിമൽ പോലുള്ള സംഖ്യാ സിസ്റ്റങ്ങൾ, ഇതെല്ലാം ചേർന്നൊരു വലിയ കളിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നിങ്ങളെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന ഓരോ അക്ഷരമില്ലേ, ക്ലിക്ക് ചെയ്യുന്ന ഓരോ ഐക്കൺ, ഇതെല്ലാം കടന്നുപോകുന്നത് ഈ അടിസ്ഥാന പ്രക്രിയകളിലൂടെയാണ്. അതെ, ഇവിടെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിന്റെ ഒരു ലോജിക് മനസ്സിലാക്കുന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഡിജിറ്റൽ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു നല്ല ചിത്രം തരും. ഈ യൂണിക്കോഡ് പോലുള്ള സ്റ്റാൻഡേർഡുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തുള്ള കമ്പ്യൂട്ടറുകൾക്ക് തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ എന്തു ബുദ്ധിമുട്ടായനെ. മലയാളം ടെക്സ്റ്റ് അമേരിക്കയിലുള്ള ഒരാൾക്ക് അയച്ചാൽ ചിലപ്പോൾ വേറെന്തെങ്കിലുമായിരിക്കും അവിടെ കാണുന്നത്. ശരിയാണ്. ആ സ്റ്റാൻഡർഡൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ ഒരു കാര്യം തരാം. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള പുതിയ ടെക്നോളജികൾ വരുന്നുണ്ടല്ലോ, അവിടെ ബിറ്റിന് പകരം ക്യൂബിറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഡേറ്റയെ പ്രതിനിധീകരിക്കുന്ന ഈ അടിസ്ഥാന രീതികളെ ഭാവിയിൽ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം.